ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രക്കായ കൊണ്ടുള്ള ഒരു ചെറിയൊരു ഉപ്പേരിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നേന്ത്രക്കായ ഉപ്പേരി. ഞാനിതപ്പോൾ നേന്ത്രക്കായ അരിഞ്ഞു വെച്ചു. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നേന്ത്രക്കായ കറുത്തു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരു 10 ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഇതൾ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ചീഞ്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുത്തത്, ചെറിയ ഉള്ളി. സവോളയിലും ഉണ്ടാക്കാം കേട്ടോ, ചെറുള്ളി നിർബന്ധമൊന്നുമില്ല. ഞാൻ ചെറുള്ളി ഇവിടെ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സ്വാദ് ചെറുള്ളിയിലാണ്. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല മൂത്ത് വരുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കായ അങ്ങനെ വാരി അതിലേക്ക് ഇട്ടാൽ മതി. പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്ത്. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പും മുളകൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന പോലെ നല്ല മാതിരി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്കൊരു 5 മിനിറ്റോളം അടച്ച് വെച്ച് സ്റ്റൗ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കായ പകുതി വെന്തിട്ടുണ്ട്, മുഴുവൻ വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും അടച്ച് വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കായുപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം മൂത്ത് മുരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഉപ്പേരി തയ്യാറായി. ഇനി നമുക്കൊന്ന് നല്ലോണം ഇളക്കിയിട്ട് എടുത്ത് അത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം. എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.